യുവജനോത്സവം മോഹൻലാലിൻ്റെ സൂപ്പർ താര പദവിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു. എനിക്കൊരു വലിയ ദൗർബല്യം സിന്ധുഭൈരവി രാഗത്തോടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ എനിക്ക് ഒരുപാട് പരിചയമുള്ള രാഗമാണ്. അത് കാരണം ഈ കാവടി ചിന്ത് സിന്ധുഭൈരവിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയത്തിന് കാവടി ആട്ടമുണ്ട്. കാവടി ആട്ടത്തിന് ഈ പമ്പമേളക്കാർ പാണ്ടിയിൽ നിന്ന് വരും, തമിഴ്നാട്ടിൽ നിന്ന് പമ്പമേളക്കാർ വരും. അപ്പോൾ അതിൻ്റെ കൂടെ നടന്ന് ഇവർ വായിക്കുന്ന അധികവും സിന്ധുഭൈരവിയാണ്. അപ്പോൾ ഈ പാടാൻ ഞാൻ എഴുതി, അന്ന് രവീന്ദ്രനെ ട്യൂൺ തന്നു എഴുതിക്കും, പിന്നെ ഞാൻ എഴുതി ട്യൂൺ ചെയ്യും. അപ്പോൾ ഞാൻ പാടാൻ ഞാൻ പറഞ്ഞു, ഇതിപ്പം ഞാൻ എഴുതി പാട്ടുണ്ട്, രവി അങ്ങ് ട്യൂൺ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം രൂപത്തിൽ ഞാൻ പാടിയ സിന്ധുഭൈരവിയല്ല. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് സിന്ധുഭൈരവി തന്നെ ഇടാം, ഈ രാഗം തന്നെ ഇടാം. അങ്ങനെയാണ് ഇന്നത്തെ പാടാന്നുള്ള പാട്ട്. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനൊരുകും ഗാനം, ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. അതിൽ പാടാം നമുക്ക് പാടാം എന്ന ഗാനം പിക്ചറൈസ് ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ ഗാനം കേൾക്കുന്നത്. അപ്പോൾ ദാസേട്ടനും എസ് പി ശൈലജയാണ് പാടിയിട്ടുള്ളത്. പക്ഷേ നമുക്കതിൽ വളരെയധികം എനിക്ക് പ്രത്യേകത തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിന്ധുഭൈരവി രാഗമാണ് ആ പാട്ടിൻ്റെ കമ്പോസിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ സിന്ധുഭൈരവി രാഗത്തിൻ്റെ ബേസിൽ കിടക്കുന്ന ഒരു ഗാനത്തിനെ എങ്ങനെ അന്നത്തെ കാലത്തെ ഒരു പുതുമയുള്ള ഒരു ട്രെൻഡി സോങ് ആയിട്ട് മാറ്റാൻ രവീന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ആ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പിന്നെ അതിനകത്ത് ഏറ്റവും എന്നൊന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പടം പാട്ട് എന്ന് പറയുന്നത് ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു എന്നുള്ള പാട്ടാണ്. അത് ഞാൻ എഴുതിയ പാട്ടുകളിൽ ശരിക്കും തോന്നുന്നു വളരെ വ്യത്യസ്തമുള്ള പല പാട്ടുകളിൽ ഒരെണ്ണമാണത്. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചത്. ഓരോ വരിയിലും നല്ല ബിംബങ്ങൾ വരികയും നല്ല അലങ്കാര ഭരിതമായൊരു പാട്ടാണത്. അപ്പോൾ അത് യേശുദാസാണ് പാടിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അത് സിനിമയിൽ പാടുന്നത് മോഹൻലാലല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു യുവജോത്സവത്തിന് ശേഷം ഒരുപക്ഷെ മോഹൻലാൽ എൻ്റെ പടത്തിൽ അഭിനയിക്കാത്ത ഒരു കാരണം അതായിരിക്കും. കാരണം വെച്ചാൽ ഇത്ര നല്ലൊരു പാട്ടുണ്ടായിട്ട് മോഹൻലാലിനെ കൊണ്ട് പാടിക്കാതെ ഞാൻ കമൽ റോയ് എന്നുള്ള പുതുമുഖത്തെ കൊണ്ട് പാടിച്ചു, ഉർവശിയുടെ അനിയനെ കൊണ്ട് അത് പാടിച്ചു. ആ കഥയ്ക്ക് അങ്ങനെ കഥ രംഗം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുന്ന ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാനമാണിത്. കാരണം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗാനമാണ്. ലളിത സംഗീതം, അതൊരു ഗസൽ മൂഡിൽ അദ്ദേഹം വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണമല്ലി നൃത്തമാടും നാളെയുമി പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കൂന പൊൻപണം പോ നിൻ പ്രണയ പൂകനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എൻ്റെ ഗാനപ്പൂത്തുമ്പികൾ നിന്നധരം തേടി വരും. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പൊന്നു
ഈറൻ